അമേരിക്കയുടെ 5 യുദ്ധവിമാനങ്ങൾ ഇറാൻ കത്തിച്ചു. അതിശക്തമായിരിക്കുന്ന മിസൈൽ ആക്രമണം മൂലമാണ് ഇത് പൊട്ടിത്തെറിച്ചുകൊണ്ട് കത്തിയത് എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കേടുപാടുകൾ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ എന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക പ്രതികരിച്ചത്. സാധാരണഗതിയിൽ അമേരിക്കയുടെ ഭാഗത്ത് അങ്ങനെ പ്രതികരണം ഉണ്ടാവാറുള്ളൂ. ഇറാഖിൽ കഴിഞ്ഞ ദിവസമാണ് KC-135 എന്ന് പറയുന്ന ടാങ്കർ യുദ്ധവിമാനം ഇറാൻ മിസൈൽ പായിച്ചുകൊണ്ട് തകർത്തത്. അത് ഇറാൻ്റെ ആക്രമണം കൊണ്ടല്ല, എൻജിൻ ഫെയിലർ ആയതാണ് ഇങ്ങനൊരു ദുരന്തം നടക്കാൻ കാരണം എന്ന് അമേരിക്ക അതിന് മറുപടി പറഞ്ഞു. എന്നാൽ എൻജിൻ തകരാറുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഒരു വിശദീകരണം നൽകാൻ വേണ്ടിയിട്ട് അമേരിക്കയെ കൊണ്ട് സാധിക്കുന്നില്ല. 6 സൈനികരെയാണ് നഷ്ടപ്പെട്ടത്. അവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുന്നു. അവരെ കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് റിപ്പോർട്ടിൽ കാണുന്നത്. യുദ്ധമുഖത്ത് ഇത്തരം വിമാനങ്ങൾ സർവ്വസാധാരണമായിട്ട് അമേരിക്ക ഉപയോഗിക്കുന്നതാണ്. എന്നാൽ ഇപ്പോൾ അപ്രതീക്ഷിതമായ രീതിയിലാണ് ഇറാഖിൽ നിന്ന് നിരീക്ഷണ പറക്കലിന് വേണ്ടിയിട്ടോ മറ്റോ പറന്നു വരുന്നത് എന്ന് പറയുന്നു. ഇത് ടാങ്കർ വിമാനമാണ്, മറ്റു വിമാനങ്ങൾക്ക് ഇന്ധനം നിറക്കുന്ന പരിപാടിയാണ് ഇത് ചെയ്യുന്നത്. മറ്റെന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി ഉയർന്നതാണോ എന്ന കാര്യത്തിൽ പോലും സംശയമുണ്ട്. കാര്യം ഈ ഒരു നിലവിലെ സാഹചര്യത്തിൽ ഇന്ധനം നിറക്കാൻ വേണ്ടി മറ്റൊരു വിമാനം ആകാശത്തില്ലായിരുന്നു. അപ്രതീക്ഷിതമായി ഉയരുകയും അപ്പം തന്നെ മിസൈൽ പതിക്കുകയും ചെയ്തു എന്നുള്ളതാണ് മറ്റു റിപ്പോർട്ടിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇപ്പോൾ 5 വിമാനങ്ങൾ നഷ്ടപ്പെട്ടത് സൗദി അറേബ്യയിലെ പ്രിൻസ് സൽമാൻ എയർബേസിനോട് ചേർന്നാണ്. എയർബേസിനോടനുബന്ധിച്ച് തന്നെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് പിറകിലായിട്ട് അവരുടെ 10ലധികം യുദ്ധവിമാനങ്ങൾ ഉണ്ടായി എന്ന് പറയുന്നു. ആ വിമാനത്തിന് നേരെയാണ് ആദ്യം തന്നെ പ്രതിരോധം തകർത്തുകൊണ്ട് ഇറാൻ അറ്റാക്ക് ചെയ്യുന്നത്. 5 വിമാനം അപ്പോൾ തന്നെ തകരുകയും മറ്റൊരു വിമാനത്തിന് തീപിടിക്കുകയോ അല്ലെങ്കിൽ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്തിട്ടുണ്ട് എന്ന് ഇസ്രായേൽ പത്രങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നു. അതിശക്തമായിരിക്കുന്ന തിരിച്ചടിയാണ് അമേരിക്ക കിട്ടിയത് എന്ന് മാത്രമല്ല, 2ാം ലോക യുദ്ധത്തിന് ശേഷം 5 യുദ്ധവിമാനങ്ങൾ ഒരേ സമയത്ത് അമേരിക്കക്ക് നഷ്ടപ്പെടുന്നത് ഇതാദ്യമായിട്ടാണ്. അവർക്ക് നിത്യേന ഉണ്ടായിരിക്കുന്ന നാശനഷ്ടത്തെക്കുറിച്ചും സാമ്പത്തിക തകർച്ചയെക്കുറിച്ചും കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ പോലും പറയാൻ പറ്റാത്ത വിധം അതിശക്തമായിരിക്കുന്ന പ്രയാസത്തിലാണ് നിലവിൽ അമേരിക്ക ഈ യുദ്ധം നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. അതോടൊപ്പം തന്നെ അമേരിക്ക ഞെട്ടിപ്പിച്ചുകൊണ്ട് മറ്റൊരു കാര്യം കൂടി അറേബ്യൻ രാജ്യങ്ങളുടെ ഭാഗത്ത് പുറത്തു വരുന്നു. അഥവാ അമേരിക്കയിൽ നിക്ഷേപം കുറക്കാൻ വേണ്ടിയിട്ട് അറബ് രാജ്യങ്ങൾ തയ്യാറെടുത്തിരിക്കുന്നു എന്നുള്ളതും നിക്ഷേപിക്കപ്പെട്ട പണം പിൻവലിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നു എന്ന തരത്തിലുമാണ്. അപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് വലിയ രീതിയിൽ നിക്ഷേപം നടത്താറുള്ള അറേബ്യൻ രാജ്യങ്ങളാണ്. രാജ്യങ്ങളിലെ ഭരണാധികാരികളും വ്യവസായികളും സമ്പന്നരും അടക്കമുള്ള വലിയൊരു ജനത അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട് വലിയ ബന്ധങ്ങളുള്ളവരാണ്. അതിൽ വലിയ നിക്ഷേപ കാര്യങ്ങൾ നടത്താറുണ്ട്. ഇപ്പോൾ തന്നെ ഈ ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ 2 മാസം മുമ്പ് സന്ദർശിച്ചതോടനുബന്ധിച്ച് വലിയ വാഗ്ദാനമാണ് UAEയും സൗദി അറേബ്യയും നൽകിയത്. ഖത്തർ ട്രംപിന് ഒരു വിമാനം സമ്മാനമായിട്ട് നൽകിയത് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ നിക്ഷേപം ഉണ്ടാകുന്ന സമയത്ത് അവരുടെ കറൻസിയുടെ മൂല്യം വല്ലാത്ത രീതിയിൽ ഉയരും. അത് അവർക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്യും. ഇപ്പോൾ അതിന് ബദലായിരിക്കുന്ന ഒരു നിലപാടിപ്പോൾ ഇറാൻ്റെ ഭാഗത്ത് പുറത്തു വന്നിരിക്കുന്നു. ഹോർമൂസ് കടൽ കംപ്ലീറ്റ് ഞങ്ങൾ അടിച്ചിരിക്കുന്നു. ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഏത് കപ്പൽ വന്നാൽ തങ്ങളത് തകർക്കുന്നതാണ്, കത്തിക്കും എന്നൊക്കെയാണ് പറയുന്നത്. എന്നാൽ അറേബ്യൻ രാജ്യങ്ങളിൽ നിന്ന് പെട്രോളിയം വാങ്ങുന്ന രാജ്യങ്ങൾ വിനിമയം നടത്തുന്നത് ഡോളറിലല്ലെങ്കിൽ, അമേരിക്കൻ ഡോളറിലല്ലെങ്കിൽ, അഥവാ ചൈനയുടെ കറൻസിയിലാണെങ്കിൽ ഞങ്ങൾ അവരെ അനുവദിക്കും എന്നുകൂടി പറയുന്നു. അപ്പോൾ ഇവിടെ യുദ്ധം മറ്റൊരു തലത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ്. രാജ്യത്തിലെ കറൻസിയുടെ മൂല്യവുമായിട്ട് ബന്ധപ്പെട്ട രീതിയിലേക്ക് ഈ യുദ്ധത്തിൻ്റെ രീതിയെ ഇറാൻ മാറ്റിയിരിക്കുന്നു. അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ തിരിച്ചടിയാണ്. ഇപ്പോൾ യുദ്ധവിമാനം നഷ്ടപ്പെട്ടത് ഒരു രീതിയാണ്. അത് വിമാനം നഷ്ടപ്പെട്ടതിൻ്റെ പുറമെ വലിയ രീതിയിലെ മാനക്കേടുമാണ്. കൃത്യമായ രീതിയിൽ അത് നിരീക്ഷിച്ച് സംരക്ഷിക്കാൻ വേണ്ടി അമേരിക്കക്ക് സാധിച്ചിട്ടില്ലെന്നും അമേരിക്കയുടെ യുദ്ധവിമാനത്തെയും യുദ്ധക്കപ്പലിനെയും സൈനികരെയും സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ അമേരിക്കക്ക് വലിയ രീതിയിലുള്ള പിഴവുകൾ പറ്റുന്നു എന്നും കൂടി നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ യുദ്ധവിമാനത്തിന് പുറമെ യുദ്ധക്കപ്പലും ഏറെക്കുറെ ഇങ്ങനെ തന്നെയാണ് സ്ഥിതിയുള്ളത്. അബ്രഹാം ലിങ്കൺ കപ്പലിൻ്റെ അവസ്ഥയെക്കുറിച്ച് വളരെ കൃത്യമായിരിക്കുന്ന ഒരു വിവരം ഇപ്പോഴും അമേരിക്ക പറയുന്നില്ല. അത് ശക്തമായിരിക്കുന്ന മിസൈൽ ആക്രമണം ഏറ്റുകൊണ്ട് അത് ചില ഭാഗങ്ങൾ തകർന്നിരിക്കുന്നു എന്നുള്ളതാണ്. കപ്പലിൻ്റെ ഒരു ഭാഗം തകർന്നാൽ പിന്നീട് അത് നീങ്ങിപ്പോവുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ്. പിന്നെ അറ്റകുറ്റപ്പണികൾ എടുക്കണമെങ്കിൽ ഈ കപ്പലിനെ വലിച്ചു കൊണ്ടുപോകാനുള്ള സംവിധാനം വേണം. ആ സംവിധാനത്തിന് പുറമെ അതിനുള്ള സ്വാതന്ത്ര്യം കൂടി ഇവിടെ വേണം. യുദ്ധമുഖത്ത് അത് വലിയ പ്രയാസമാണ്. ഇങ്ങനത്തെ വലിയ പ്രതിസന്ധി വിഷയമായിട്ട് അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതും കൂടി നമുക്ക് കൂട്ടി വായിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഇപ്പോഴത്തെ അറേബ്യൻ രാജ്യങ്ങളെ നോക്കുന്ന സമയത്ത് ഇറാൻ യുദ്ധം ചെയ്ത് സൗദി അറേബ്യ കേന്ദ്രീകരിച്ചുകൊണ്ട് മാത്രമാണ്.
മറ്റുള്ള UAE-യിലേക്കും ഖത്തറിലേക്കുമുള്ള ആക്രമണത്തിനൊക്കെ വലിയ രീതിയിലുള്ള ഇളവ് വന്നിട്ടുണ്ട്. അതിന് പകരമായ രീതിയിൽ സൗദി അറേബ്യക്ക് വലിയ രീതിയിൽ ആക്രമണം കൂടുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ വിമാനം നഷ്ടപ്പെട്ടത് എന്നുകൂടി പറയുന്നു. പിന്നെ മറ്റൊരു റിപ്പോർട്ട് ഇപ്പോൾ അറേബ്യൻ രാജ്യങ്ങളുടേതായിട്ട് തന്നെ വന്നിരിക്കുന്ന കാര്യം, ഇവർ സൈനിക ബേസ് ഘട്ടം ഘട്ടമായിട്ട് ഒഴിവാക്കണമെന്ന് അമേരിക്കയോട് പറഞ്ഞിരിക്കുന്നു. അത് UAE ആണ് ഇത് തുടങ്ങിയത്. UAE-യിലുള്ള അമേരിക്കയുടെ അംബാസഡറെ വിളിച്ചു വരുത്തിയിട്ടാണ് പറയുന്നത്, നിങ്ങൾ കാരണത്താലാണ് ഞങ്ങൾ പ്രയാസപ്പെടുന്നത്. ഞങ്ങളും ഇറാൻ തമ്മിൽ യാതൊരു ശത്രുതയില്ല, അവർ ഞങ്ങൾ ആക്രമിച്ചു കൊണ്ടേയിരിക്കുന്നതിൻ്റെ കാര്യം നിങ്ങളിവിടെ ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് അത് മാറി ചിന്തിക്കണം എന്ന് പറഞ്ഞതായിരിക്കുന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നത്. പക്ഷേ അതിന് ഔദ്യോഗിക സ്ഥിരീകരണമൊന്നുമില്ല. ഏതായിരുന്നാൽ ഇവിടെ അശാന്തമായിട്ട് തന്നെ തുടരുകയാണ്. ഇവിടെ അതിജീവിച്ചുകൊണ്ട്, അതായത് ഇറാനെ പരാജയപ്പെടുത്തിക്കൊണ്ട് മുന്നേറുക എന്നൊക്കെ പറഞ്ഞാൽ നിലവിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമാണ്. ഇപ്പോൾ ഇറാൻ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ചെറിയ സംഖ്യ കൊണ്ട് മിസൈൽ ഉണ്ടാക്കിയിട്ട് രാജ്യത്തേക്ക് അങ്ങോട്ട് കടത്തിവിടുക. അപ്പോൾ വലിയ സംഖ്യ കൊണ്ട് അവർ പ്രതിരോധിക്കും. $10 ലക്ഷം ഒരു മിസൈൽ ഉണ്ടാക്കിയാൽ അത് പ്രതിരോധിക്കാൻ വേണ്ടി അമേരിക്ക ചെലവാക്കുന്ന $1.4 മില്യൺ അവിടേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അപ്പോൾ ഇഷ്ടംപോലെ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറാൻ്റെ ചെറിയ മിസൈലുകൾക്ക് സാധിക്കുന്നു എന്നുള്ളത് വലിയൊരു പ്രത്യേകത തന്നെയാണ്. അത് ലോകത്തെ അതിശയിപ്പിക്കുന്ന കാര്യമാണ്. അപ്പോൾ അത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ പ്രതിരോധ സംവിധാനം അപ്പാടെ തകരാനുള്ള കാരണം ഇത് നിരന്തരം മിസൈലുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു എന്ന കാരണത്താലാണ്. മിസൈലുകൾ നിരന്തരം വന്നുകൊണ്ടേയിരിക്കുന്നു എന്ന് മാത്രമല്ല, അവർ ആദ്യം വിടുന്ന മിസൈലുകളൊക്കെ വളരെ ശക്തി കുറഞ്ഞതാണ്. ശക്തി കുറഞ്ഞാലും ശക്തി കൂടിയാലും പ്രതിരോധ സംവിധാനം അതിനെ തകർത്ത് കളയും. ഇത്രയും സാമ്പത്തിക നഷ്ടം അവർക്കുണ്ടാവുകയും ചെയ്യും. അങ്ങനെ പിന്നീട് അവർ പ്രതിരോധിക്കുന്ന സംവിധാനത്തിൻ്റെ മേഖല തന്നെ അപ്പാടെ ഇല്ലാതാക്കി, അത് തന്നെ തകർത്തു. അപ്പോൾ ഇത് സ്ഥാപിക്കാനുള്ള ഒരു സ്ഥലം പോലും ഇല്ലാത്തൊരു സാഹചര്യങ്ങൾ ഇസ്രായേലിൻ്റെ അകത്ത് ഇറാൻ സൃഷ്ടിച്ചു. പിന്നീട് അവർ ഹൈപ്പർസോണിക് പോലെയുള്ള അതിശക്തമായിരിക്കുന്ന മിസൈലിൻ്റെ ആക്രമണം തുടങ്ങുകയും ചെയ്തു. അതിനെ പ്രതിരോധിക്കാൻ സാധിക്കാതെ അനുഭവിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ജനങ്ങൾ മാറിയിട്ടുണ്ട് എന്ന് ഒരു യാഥാർത്ഥ്യമാണ്. അഭയാർത്ഥി പ്രവാഹമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന്. 1 ലക്ഷത്തിലധികം ആളുകൾ ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ തന്നെ അഭയാർത്ഥികളായിട്ടുണ്ട്. അവർക്ക് കിടപ്പാടമില്ല. അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിലൊക്കെ ഒഴിഞ്ഞു പോകാൻ വേണ്ടി ഇസ്രായേൽ തന്നെ പറയുന്നു. കാര്യം അവിടെ ഏത് സമയവും യുദ്ധമുണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇവിടെ സുരക്ഷിത ഇടമല്ല എന്നാണ് പറഞ്ഞു വെക്കുന്നതിന് പ്രധാനമായിരിക്കുന്ന കാര്യം. എന്നാൽ എങ്ങോട്ടാണ് പോകേണ്ടത് എന്നുള്ളതോ എവിടെയാണ് താമസിക്കേണ്ടത് എന്നുള്ളതോ ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ തങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചോ യാതൊരു വിവരവുമില്ല. പകരം അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് വിട്ടു പോകണം, അത്ര മാത്രമാണ് പറയുന്നത്. അങ്ങനെ യഥാർത്ഥത്തിൽ ഒരിടവും സുരക്ഷിതമല്ലാത്ത രീതിയിലാണ്, ബങ്കർ പോലും തകർക്കപ്പെടുന്ന രീതിയിലുള്ള മിസൈലിൻ്റെ പ്രവാഹമാണ് ഇറാൻ ഇപ്പം ഇങ്ങോട്ട് കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. ബിൽഡിംഗ് തകർന്ന് അവരുടെ ഈ ബിൽഡിങ്ങിൻ്റെ അടിഭാഗത്തുള്ള ബങ്കറിൻ്റെ മേലെ അത് പതിക്കുന്നതോടുകൂടി ബങ്കറിൻ്റെ ഉള്ളവർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത വിധം ശ്വാസം മുട്ടി മരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം അവിടെ ഉണ്ടാകുന്നു. അപ്പോൾ ഒരു മേഖലയിലും സുരക്ഷിതമല്ല എന്നുള്ളതും എല്ലാ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറാൻ ആക്രമിക്കുന്നു എന്നുള്ളതും അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെ പ്രതിരോധം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന റിപ്പോർട്ട് കൂടിയാണ് ഇതിനോടനുബന്ധിച്ച് നമ്മൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.